നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ, അടൂർ പ്രകാശ്, NK പ്രേമചന്ദ്രൻ, K മുരളീധരൻ, ഷാഫി പറമ്പിൽ, K സുരേന്ദ്രൻ, ഹൈബി ഈഡൻ, KC വേണുഗോപാൽ എന്നിവരാണ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് തെക്കൻ കേരളത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഏകദേശം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പൂർണ്ണമാവുകയാണ്? കോഴിക്കോട്ടെ വടക്കൻ ജില്ലയിലേക്ക് പോയാൽ റിയാസ്, എങ്ങനെയാണ് ഇന്ന് ഏതൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വടക്കൻ കേരളത്തിൽ? അജിംഷാദ്, ഇതാ വടകരയിൽ ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വടകര പുതിയ സ്റ്റാൻഡിൽ നിന്നും വലിയ ജനക്കൂട്ടമാണ്. പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകളാണുള്ളത്. അച്ചു ഉമ്മൻ ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഷാഫി പറമ്പിലിന്റെ കട്ടൗട്ടുകളും ഒപ്പം പോസ്റ്ററുകളും ബാനറുകളും എല്ലാം ഏന്തിക്കൊണ്ടാണ് പ്രവർത്തകർ നീങ്ങുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ കൊടി ഇവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ വയനാട്ടിലും അത്തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ഏറെ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച. കാരണം വയനാട്ടിലെ ആ നടപടി ഏറെ വിമർശന വിധേയമായി രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും, മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ്. മുഖ്യമന്ത്രി അടക്കം ഉന്നയിച്ചു, കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക എങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ചു? ലീഗിന്റെ വോട്ട് വേണം, അവരുടെ പച്ചക്കൊടി എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ഇതൊക്കെ മുഖ്യമന്ത്രി അല്പം മുമ്പ് ഉന്നയിച്ചു കൊച്ചിയിൽ. തീർച്ചയായും ഇവിടെ വടകരയിലും ആ സമാനമായ സാഹചര്യം, ആ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ വടകരയിലെ റോഡ് ഷോയിലും ഇപ്പോൾ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ പതാക ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും ഇപ്പോൾ ഇവിടെ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വലിയ ജനത്തിരക്കാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആളുകൾക്ക് നടന്നു നീങ്ങാനാവാത്ത ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. കനത്ത ചൂടാണ്, നോമ്പാണ്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ആവേശപൂർവ്വം ഇവിടെ വടകരയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇദ്ദേഹം റോഡ് ഷോയായി നടന്നുകൊണ്ട്, കാൽനടയായി നടന്നുകൊണ്ടാണ് വടകര ADM ഓഫീസിലേക്ക് അദ്ദേഹം പോവുക. അവിടെ എത്തിയിട്ട് ആണ് അല്പസമയത്തിനകം ഇദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ അല്ലെങ്കിൽ RMPയുടെയോ ഒന്നും തന്നെ കൊടി ഇവിടെയും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്തവണ കോൺഗ്രസ് ഇതിന് നൽകുന്ന ഒരു വിശദീകരണം, കൊടിയോ അല്ലെങ്കിൽ ചിഹ്നമോ നിലനിർത്തുകയല്ല, ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇറങ്ങിക്കൊണ്ടുള്ള പോരാട്ടമാണ് ഇത് എന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ വടകരയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് റിയാസ് KMR നൽകുന്നത്. വടക്കൻ കേരളത്തിൽ വിവിധ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിനം കൂടിയാണ്. കൃത്യമായും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഔദ്യോഗികമായി ഒരു ചിത്രം തെളിയുന്നു എന്നുള്ളത് കൂടി ഇന്നത്തെ പ്രത്യേകതയാണ്. ഇനി സ്ക്രൂട്ടണിയിലേക്ക് പോകുന്നു, പിൻവലിക്കൽ, ഒടുവിൽ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ ചിത്രത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഘട്ടം കൂടിയാണ് ഇവിടെ തുറക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് വടക്കൻ കേരളത്തിൽ നിന്നും ഉള്ള വിവരങ്ങളാണ് റിയാസ് KMR ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ഇനി